ഡീനൊക്കെ അയച്ചു. Sure. ഓക്കെ, ആദ്യം മുതലൊന്നുകൂടെ പറയാമോ? ഡീനയ്ക്ക് അയച്ചു കൊടുക്കാമല്ലോ. ഓക്കെ, ആദ്യം നമ്മൾ 5:15 നമ്മൾ ടീച്ചേഴ്സ് എല്ലാം മീറ്റ് ചെയ്യും. ദാറ്റ് ഇസ് ഫോർ പ്രേയർ ആൻഡ് ടീച്ചേഴ്സ് ഡിവോഷൻ. അത് ആനിമാമ ലീഡ് ചെയ്യുന്നത്. That will go on for ഒരു 5-10 minutes. 5:25 തൊട്ട് we will സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്നവരെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കേറ്റാൻ തുടങ്ങും. ആൻഡ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരു ഗ്രൂപ്പിലാണ് വരുന്നത് ആദ്യം. സോ അത് ഹാൻഡിൽ ചെയ്യുന്ന ആനിമാമയും ബ്ലെസ്സിനുമാ. 5:30 to 5:40 വരെ. So starting prayer, theme introduction എല്ലാം ചെയ്യുന്ന സൂസൻ ആൻറ്റി. അത് കഴിഞ്ഞിട്ട് we will divide into 2 groups. അതായത് ഒരു ഗ്രൂപ്പ് 3 to 7 years. ആക്ച്വലി നമ്മൾ 2 ഗ്രൂപ്പ്സ് അല്ല 3 ഗ്രൂപ്പ്സിലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ബിക്കോസ് ഒരു ക്ലാസ് കുഞ്ഞുങ്ങളുടെ ഇംഗ്ലീഷ്, ഒരു ക്ലാസ് കുഞ്ഞുങ്ങളുടെ മലയാളം, പിന്നെ 3 അല്ല 4, ഒരു ക്ലാസ് 8 to 12, ഒരു ക്ലാസ് 13 to 18. ഇപ്പോഴല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നേ? മാമ ഒരു മിനിറ്റ്, ക്യാൻ യു പ്ലീസ് ഷോ യുവർ സ്ക്രീൻ ഷെയർ? That way ഇതെല്ലാരും കാണുകയും ചെയ്യാൻ പറ്റും. We will make you co-host. Just a minute. Okay. Yeah, please. Are you able to see my screen? Yeah. Okay. കാണാമല്ലോ? Yeah. Okay, so 5:30 to 5:35 starting prayer. 5 minutes വേണ്ടായിരിക്കും, എന്നാലും starting prayer, and then അത് കഴിഞ്ഞ് theme introduction, അത് സൂസൻ. After that we will divide into 4 groups, അതായത് 4 breakout rooms. The 4 breakout rooms are for Group 1 English, Group 2 Malayalam, then there is Group 1 Malayalam, Group 2 and Group 3. അത് മനസ്സിലായോ? Yeah. Is that okay? Okay. So after that, we will continue on with songs 5:40 to 5:45. Songs are Kunju Pillarku Merlin is doing for day 1 and day 3. Lakshmi is doing for day 2. Then by 5:45, we'll move on to the lessons. Lessons la Deena illathonde day 1 Lakshmi cheyyunnunde. Ivide day 1 Lakshmi cheyva, day 2 and day 3 Deena. This is for Malayalam. English na Maria day 1 day 2 cheyamnu parnu. If Sharon is doing, that's fine, but day 3 Maria will not be available. Yeah, so I will ask Sharon. Okay, so yeah. Shall I put Sharon for day 3 English? Yeah. Age 3 to 7. Yeah. Okay, that is done. After that, Kunju Pillarku again we can just do a song again. After that, craft. Ivide craft Sharon ittittunde for the small kids. അത് കഴിഞ്ഞ് ഒരു 6:15 ആവുമ്പം ഗെയിം ബൈ ജെനിഫർ. ഓക്കെ ആണോ? ഇപ്പൊ ചില 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് പോയാലും കുഴപ്പമില്ല കേട്ടോ. ഇല്ല ഐ മീൻ ഇതെല്ലാം എക്സാക്ട് 5 minutes അങ്ങനെയൊന്നും നമുക്ക് പ്ലാൻ ചെയ്ത് ശരിയാവത്തില്ല. ഒരു ഏകദേശം ഇല്ലേ? പിന്നെ അത് കഴിഞ്ഞ് ഗെയിം കഴിഞ്ഞ് ഫാമിലി ടൈം ആനിയമാമ. ഇതാണ് ഫോർ ഗ്രൂപ്പ് 1 ഏജസ് 3 to 7 years. ഇത് ഓക്കെ ആണോ നമ്മള് ഷെഡ്യൂൾ? Jennifer, മോളെ, you can think about a game for them, no? A small game.
Yes, aunty, yes. Okay, okay. For 3 days on there, Yeah, Jennifer? yeah. Yeah, yes, aunty, yes. Sure, okay. ആന്റി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? Yeah. സോങ്ങിന് മുമ്പല്ലേ ഡിവൈഡ് ആവുന്നേ ഇംഗ്ലീഷ് മലയാളമായിട്ട്? അതെ. അപ്പം വേറെ രണ്ടുപേരെയും കൂടെ വേണ്ടേ സോങ് പഠിപ്പിക്കാൻ? അല്ല മോളെ, അത് നമുക്ക് സോങ് ഒന്ന് പഠിപ്പിക്കാം. മനസ്സിലായോ? ഓ യു മീൻ ഇംഗ്ലീഷ് മലയാളത്തിന് മുന്നേ? ഇല്ല ഇല്ല, ഓക്കെ. സോങ് നമുക്കൊന്ന് പഠിപ്പിക്കാം. അത് മതി, ഒന്നും മതി. ഡിവൈഡ് നമുക്ക് ഗ്രൂപ്പ് 1 ഇംഗ്ലീഷും മലയാളം ഒരുമിച്ച് കൊണ്ടുവരാം. അപ്പൊ ഇവിടെ ആദ്യം 2 ഗ്രൂപ്പ്സേ ആവുന്നുള്ളൂ, അതായത് കുഞ്ഞു പിള്ളേരും പിന്നെ വലിയ പിള്ളേരും. അതെ. സോങ് കഴിഞ്ഞിട്ട് we regroup again into English and Malayalam. അത് മതി. ഇല്ലേ? ഓക്കെ. Okay. Thank you. So, ഇത് okay ആണോ? Again, schedule for group 1. Yeah. Okay, great. Then we move on to the group 2. So again, ഇത് ആദ്യത്തെ എല്ലാം ഒരുമിച്ചാ. 5:15 prayer and teachers devotion. 5:25 students login. 5:30 to around 5:40. Susan and we will be doing starting prayer and theme intro. അത് കഴിഞ്ഞ് division ഇവിടെ divide ചെയ്യും. അതായത് sorry. 5:40 the seniors will be in this group. അവർക്ക് സോങ് എടുക്കുന്നത് സൂസൻ ആൻഡി അല്ലേ? ഓക്കെ. ഈ സോങ് കഴിഞ്ഞ് we will move into group 8 to അതായത് group ages 8 to 12 13 to 18. From 5:45 onwards, 5:45 to around 6:30. So it gives us around 45 minutes on the lesson എടുക്കാൻ. അതിൽ lesson വേണമെങ്കിൽ lesson or object lesson, any sort of activity നമുക്ക് പിള്ളേർക്ക് memory verse അങ്ങനെ എന്തെങ്കിലും 45 minutes on the group 2 അതായത് ages 8 to 12 എടുക്കുന്ന സൂസൻ ആൻഡിയും ആര്യയും കൂടെ. Group 3 13 to 18 ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. There are very few kids, I think 3 to 4 kids, so that's fine. പിന്നെ 6:30. so after അതായത് ഇവിടെ മേളില് ഷാരനും ജെനിഫറും after you finished your junior craft and game, you have to come and do the craft and game for the seniors as well, because we don't have anyone else. അത് okay അല്ലേ? Last സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ group them together again, no? After by 6:30. ഇല്ല, we won't regroup them because the kids നേരത്തെ തീരത്തില്ലേ കുഞ്ഞു പിള്ളേരുടെ. മക്കളെ അല്ല, ക്രാഫ്റ്റും അവർ ഒരുമിച്ചല്ലേ ചെയ്യുന്നത്? 2 ഗ്രൂപ്പിലല്ലല്ലോ, 2 ക്ലാസ്സിലല്ലോ ക്രാഫ്റ്റ് ചെയ്യുന്നത്. Go down, go up. Yeah. ഇപ്പം 6:30 ക്ലാസ് കഴിഞ്ഞു. Yeah. നെക്സ്റ്റ് ക്ലാസ്സിൽ മോളെ ഗ്രൂപ്പ് 2 and 3. അല്ല, ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ചാ. ഗ്രൂപ്പ് 2 and 3 ഇപ്പൊ ഓൾറെഡി ക്രാഫ്റ്റിന് മുമ്പ് ഇവരെ നമ്മൾ തിരിച്ചു കൊണ്ടുവരും ഇവരെ. അതെ ഇവരുടെ അപ്പോഴത്തേക്ക് ഐ മീൻ ഇവര് മേളില്, അതായത് മറ്റേ ഗ്രൂപ്പ് 3 to 7 6:20 25 ആകുമ്പോ തീരും. The whole thing will get over. അവര് group 1
അവര് പോയി താഴോട്ടുണ്ട് നമ്മളെ ഈ എന്റെ ഡൗട്ട് ഇതാണ് 6:30 ആകുമ്പോഴത്തേക്ക് ലെസൺ തീർന്നു. ലെസൺ രണ്ടും രണ്ട് ലെസൺ രണ്ടും രണ്ട് ഗ്രൂപ്പ്. അവിടെ ഒന്ന് ചെയ്തേരെ, കമ്മിങ് ബാക്ക് ടുഗദർ എന്ന് എഴുതിയതേ, കമ്പൈൻ. അപ്പൊ ഇവിടെ മേളിലും വേണം അല്ലേ, ആഫ്റ്റർ മലയാളവും ഇംഗ്ലീഷും കഴിഞ്ഞ അവിടെയും വേണം. ഓക്കെ. അപ്പം ഷാരനും ജെനിഫറും ചെയ്യുമല്ലോ ക്രാഫ്റ്റും ഗെയിമും. മേളത്തെ ജൂനിയേഴ്സ് കഴിഞ്ഞിട്ട് അവരുടെ സീനിയേഴ്സിന്റെ കമ്പൈൻഡ് ഗ്രൂപ്പിലേക്ക് 6:30 they will do the craft and 6:40 game, 6:45 family time. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ക്രാഫ്റ്റോ ഗെയിമോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് they can also do it. വേറെ ആർക്കെങ്കിലും ക്രാഫ്റ്റോ ഗെയിമോ ഒരു 15 മിനിറ്റ്സ് കൊണ്ട് ചെയ്യത്തക്കോടുള്ള ക്രാഫ്റ്റോ. പിന്നെ another idea that I had, in case we don't have time or clashes ഉണ്ടെങ്കിൽ നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ എടുത്തിട്ട് അങ്ങ് കാണിച്ചാലും ഓക്കെ ആണോ? നമ്മൾ തന്നെ എടുക്കുന്ന ഒരു 5 മിനിറ്റ്സ് എടുത്ത് പ്രിപ്പയർ ചെയ്ത് ആർക്കെങ്കിലും വീഡിയോ എടുക്കാമെങ്കിൽ we can just show that. 3 വീഡിയോ എടുത്ത for 3 days we can show 2 ഗ്രൂപ്പ്സിനെ കാണിക്കാം. ചെറുതെന്തെങ്കിലും ചെയ്തോണ്ട് പിന്നെ അവരോട് പറയാം ഇത് ബാക്കി നാളെ ചെയ്തോണ്ട് വരാൻ പറയാം. അതെ, നാളെ ആകുമ്പോഴത്തേക്ക് ചെയ്തോണ്ട് വരണം, കാണിക്കണം എന്ന് പറയാം. ഈ ക്ലാസ് ടൈം, കൊച്ചുകുട്ടിയുടെ ക്ലാസ് ടൈം ഒരു 20 മിനിറ്റ്സ് ആക്കുന്നതിന് കുഴപ്പമില്ല, അതായത് 15 മിനിറ്റ്സ് കേട്ടോ. അതെ, I thought 15 was too less, പക്ഷെ നമ്മൾ 45 minute ടൈം വെച്ചോണ്ടാ. അവരോട് പറഞ്ഞിട്ടില്ലല്ലോ. സോ 5:45 to 6 or 5 എങ്കിലും വേണം. അതെ 20 മിനിറ്റ്സ് എങ്കിലും വേണം. അത് അപ്പം ഈ സെക്കൻഡ് ഗ്രൂപ്പിലോ ക്രാഫ്റ്റോ ഗെയിമോ വേറെ ആരെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടോ? ലക്ഷ്മി താല്പര്യം ഉണ്ടോടാ? എനിക്ക് ഇപ്പം ഓഫീസിൽ നിന്ന് മെസ്സേജ് വരുന്നുണ്ട്, മൺഡേ മുതൽ ചിലപ്പോ ഓഡിറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നാളെ ലെസൺ എടുക്കാം. പിന്നെ സോങ്ങിന്റെ കാര്യത്തിൽ അപ്പം ചിലപ്പം അറിയത്തില്ല, അവർ കൺഫേം ചെയ്ത് പറഞ്ഞില്ല. അവർ പിക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ മിക്കവാറും കാണും എന്നാ പറയണേ. അങ്ങനെ ആണെങ്കിൽ ഞാൻ ക്രാഫ്റ്റ് നേരത്തെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഉള്ളത് മതിയെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യാം. തിരുവനന്തപുരത്ത് പോകുമോ? അല്ല, ഇവിടെ അടുത്ത് തന്നെ ഈ KSFE ഓഡിറ്റ്. അപ്പൊ ഇവിടെ നിന്ന് പോവാനാ. കൺഫേം ആയിട്ടില്ല, ഞാൻ ഇന്ന് തന്നെ വൈകിട്ട് തന്നെ ചോദിച്ചു പറയാം. എന്തായാലും നാളത്തേക്ക് നമുക്ക് അറിയാലോ. നാളെ രാവിലെ അങ്ങനെയാണെങ്കിൽ ക്രാഫ്റ്റ് റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെ മതിയോ? അത് ചെയ്യാം. നമ്മൾ നേരത്തെ കഴിഞ്ഞ വർഷം നമ്മള് VPS എടുത്ത് റെക്കോർഡ് ചെയ്തതെല്ലാം ഉണ്ടെങ്കിൽ നോക്കാം കേട്ടോ. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും? ഐ തിങ്ക് ഷാറിന് ബട്ടർഫ്ലൈ ഉണ്ടാക്കാനോ ഏതാണ്ടാന്ന് പറയുന്നത് ചിന്തിക്കുന്നേ. ഓക്കെ,
പിന്നെ വേറെ എന്തെങ്കിലും? ഇല്ല, ഓക്കെ. സോങ്സ് ഒക്കെ ഓക്കെ ആണോ? എല്ലാരും നോക്കിയോ? എല്ലാരും അല്ല, ആര്യ മോളെ. ഞാൻ ഒരു കാര്യം കൂടെ പറയണേ. എന്താ ക്രാഫ്റ്റിന് മുമ്പ് ഒരു സോങ് കിടപ്പുണ്ടല്ലോ, അതിപ്പം വേണ്ടല്ലോ. ആ, 5:40 to 5:45. അല്ല 6 to 6. അല്ല, ഇവിടെ 6:05 to 6:10 നമ്മള് അത് വേണ്ട. താങ്ക് യു. അപ്പം ഒരു പാട്ടേ കാണുള്ളൂ? ഒരു പാട്ട് പെർ ഡേ. ഒരു ദിവസം ഒരു പാട്ട്. അത് എല്ലാ ഗ്രൂപ്പിനും സെയിം സോങ് അല്ലേ? ഫസ്റ്റ് ഡേ സെയിം സോങ് ഫോർ എവറി സെക്ഷൻസ്. അത് കുഴപ്പമില്ല മോളെ. പിന്നെ ഇപ്പൊ 2 സ്റ്റാൻഡ്സ് ഉണ്ടെന്ന് ഇരിക്കട്ടെ, ചിലപ്പോ ഒരു സ്റ്റാൻഡ്സ് ആയ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളായിരിക്കാം. അതിന്റെ ലിങ്ക് പിന്നെ അവർക്ക് അയച്ചു കൊടുത്താൽ മതി, അവർ തന്നെ പാടി പഠിച്ചോട്ടെ. ആൻഡി, കുഞ്ഞു കുട്ടികൾ വരുമ്പോഴത്തേക്ക് അവർക്ക് ഇംഗ്ലീഷും മലയാളം 2 സെക്ഷൻ അല്ലേ? അപ്പം പാട്ട് എടുക്കുമ്പോൾ ഇംഗ്ലീഷ് തന്നെ എടുക്കണോ? അത് കുഴപ്പമില്ല, പാട്ട് കുഴപ്പമില്ല. കാരണം നമുക്കിപ്പോ എനിക്കൊന്ന് കൊച്ചുകുട്ടികളെല്ലാം കൂടെ 14 പേരോ 16 പേരോ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 2ആയി ഡിവൈഡ് ചെയ്യാന്ന് ചിന്തിച്ചത്. കാരണം നമുക്കൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കണേ. ആ പാട്ട് 45 മിനിറ്റ്സേ ഉള്ളൂ, 1 അവർ. അവരെ ഒന്ന് പേഴ്സണലായിട്ട് ഒന്ന് നോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സ്മോളർ ഗ്രൂപ്പ് ആക്കാമല്ലോ. അന്നേരം സ്മിത, നമുക്ക് ഇനി ഇതിനകത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് ആ സ്റ്റുഡന്റ് ലിസ്റ്റിലോട്ടൊന്ന് പോകാം, അതുകൂടെ ഒന്ന് നോക്കണം കേട്ടോ. നിയാഷറിൽ 3 വർഷം. കാണാവോ? സ്റ്റുഡന്റ് ലിസ്റ്റ് കാണാവോ? സെക്കൻഡ് ഡേയും തേർഡ് ഡേയും അതേപോലെ തീം ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ അല്ലേ? എവറി ഡേ തീം ഇൻട്രൊഡക്ഷൻ. ഫസ്റ്റ് ഡേ നമുക്ക് ഒന്ന് നമ്മൾ ഒരുമിച്ച് വരുമ്പം ഒന്ന് ട്രാൻസ്ഫോമേഴ്സിനെ അല്ലെ കുറിച്ചൊന്ന്, ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് സംസാരിച്ചിട്ട് we can move on to the lesson. Okay. ഗ്രൂപ്പ് സ്റ്റുഡന്റ് ലിസ്റ്റ് ഒന്ന് കാണിക്കാമോ മോളെ? കാണാവോ? ഞാൻ ഇട്ടിട്ടുണ്ട്, കാണുന്നില്ലേ? ഇല്ലില്ല, ഷെയർ ചെയ്തിട്ടുണ്ട് ഇല്ലേ? സ്ക്രീൻ ഷെയർ ഒന്ന് ചെയ്യാമോ? കാണാവോ? Yeah. ഓക്കെ. ഇതിനകത്ത് പോസിബിൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ആരൊക്കെ ആക്കാൻ പറ്റുന്നൊന്ന് എഴുതാമോ? ഓക്കെ. ഫെയ്ത്ത് വാനിയും ഒക്കെ ഇംഗ്ലീഷ് സാമുവൽ റോഷൻ വർഗീസ്. മോൻ ഇംഗ്ലീഷ് പറ്റും. മോൾ ഇങ്ങോട്ടൊന്ന് ഇംഗ്ലീഷ് വേറൊരു കോളത്തിനകത്തോട്ട് ഇംഗ്ലീഷ് ഒന്ന് എഴുതേക്കാമോ? ഞാൻ എഴുതാൻ പോ. ഇവിടെ എഴുതാം. സാമുവൽ റോഷൻ വർഗീസ് ഇംഗ്ലീഷ്. അഞ്ജുവിന്റെ മോനാണേ. ഓക്കെ. യോഹാൻ ഇംഗ്ലീഷ്. ഫെയ്ത്ത് ഇംഗ്ലീഷ്. അനി
അബിയ അബിയ ഗ്രേസ് കുഴപ്പമില്ല. അനീഷ് അത് മലയാളം പറ്റും. നമ്മുടെ ഒരു മോളാ അത് അബിയ. ആൽഫോൺ ഡാനി ആൽഫോൺ അല്ല അത് 13 to 18. ഡാനി എബ്രഹാം അനീഷ് അത് മലയാളം മതി. അത് ബോംബെയിൽ നമ്മുടെ ഒരു പാർട്ടി മോൻ. ബോംബെയിലൊന്നല്ലേ ആ കേക്ക്. ഓക്കെ. ഷാലോം ബി വർഗീസ് വയനാട്. അത് മലയാളം മതി. സെറീന് മലയാളം മതി. അവള് നല്ല മലയാളക്കാരി. അവള് നമ്മുടെ ജേക്കബ് പാസ്റ്റർ മോളാ. അതെ ഭയങ്കര മലയാളംകാരി അവള്. കാത്രിൻ മറിയം ആജി ബ്രദറിന്റെ മോളാണ്. അതെ മലയാളം മതി. കാത്രിനും ജെറമിയൊക്കെ മലയാളം മതി. ഇംഗ്ലീഷ് വേണം. ഏമിയുടെ മോളാണേ. നിസി മേരി നിജു മലയാളം മതി. മിയ ഷെറിൽ അത് ഇംഗ്ലീഷ് മതി. എനിക്ക് തോന്നുന്നത് നമ്മുടെ ജിസലിന്റെ ഫ്രണ്ടാന്ന് തോന്നുന്നു. ഓക്കെ. ഈ നഥാനിയൽ തോമസ് ചെറിയ ഇതുണ്ട്. മലയാളം ഞാൻ ചോദിക്കട്ടെ. ഷുവർ അല്ല. മലയാളം മതിയായിരിക്കും. ജോയൽ ഇംഗ്ലീഷ്. മിയ ഷെറിൽ റിപ്പീറ്റഡ് ആമോ? അത് കളഞ്ഞ റിപ്പീറ്റഡ്. ഓക്കെ. നീ മോളെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പേരുകളെ ചേരാത്തത് ആൽവിൻ ചേർന്നിട്ടില്ല. മോളെ ഏഞ്ചലിനോട് ആൽവിനോട് ചോദിച്ചായിരുന്നോ? ജെനിഫർ? ഏഞ്ചലിന് പറ്റത്തില്ലായിരിക്കും. എവലിന് പറ്റുമായിരിക്കും. എവലിനോട് ചോദിക്കേ. ഓക്കെ. പിന്നെ ആരനും ലെവിയും ആരനോട് ചോദിക്കാൻ പറ്റുമെന്ന്. ലെവിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അലീഷയോട് ചോദിച്ചായിരുന്നു മോളെ ആരേലും? അലീഷ ഞാൻ അയച്ചു കൊടുത്തായിരുന്നു അലീഷയോട്. അലീഷ ചേർന്നിട്ട് അലീഷയുടെ പേരിനകത്തില്ലല്ലോ അല്ലേ? ഇല്ല. ഒന്നുകൂടെ വേണേ നമുക്ക്. ഇനി ആരെങ്കിലും നമുക്ക് വിളിക്കാൻ പറ്റുമോ മോളെ? ലക്ഷ്മി? പിന്നെ ഒരു കാര്യം ആനിമാമ, ഈ എന്റെ ഗ്രൂപ്പില് 13 to 18 ഇംഗ്ലീഷ് കുഴപ്പമുണ്ടോ? അല്ല, മിക്സ് ചെയ്ത് പറയാം. കൂടുതൽ ഇംഗ്ലീഷ് പറഞ്ഞ കുഴപ്പമുണ്ടോ വലിയ കുഞ്ഞുങ്ങൾക്ക്? നമ്മുടെ അൽഫോൺ ബി തോമസ്. ആൽഫോൺ വരുന്ന മോന് നമ്മുടെ ഡേവിഡ് അങ്കിളിന്റെ മോന്. അവൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. ഓക്കെ. ബ്രദറിന്റെ അർപ്പിത മറിയ. ഐറീൻ മേരി. അത് ഞാൻ മലയാളത്തിലും കൂടെ പറയാം. ചില വാക്കുകളൊന്നും എനിക്ക് കിട്ടത്തില്ല ചിലപ്പോ, അതുകൊണ്ട്. 8 തൊട്ട് 4 പേരിൽ 1 2 3 4. ഇത് 3 പേരേ ഉള്ളൂ. അൽഫോൺ, അർപ്പിത, ഐറീൻ. നമുക്ക് ആ 2 ക്ലാസ്സിൽ കുറച്ച് കുട്ടികൾ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഇൻവൈറ്റ് ചെയ്യാം കേട്ടോ. ഗ്രൂപ്പ് 2ഉം ഗ്രൂപ്പ് 3ഉം. അതെ. ആരെങ്കിലും അറിയാമോളെ ആ ഗ്രൂപ്പില്? എന്റെ കുഞ്ഞു പിള്ളേരിനകത്ത് നമ്മുടെ ഷാരൻ ഉണ്ടോ? മോളെ ഷാരൻ ഇല്ല, അജോ ഇല്ല, ഷാരന്റെ സിസ്റ്റർ ഇല്ല. അവർക്ക് എനിക്ക് തോന്നുന്നില്ല സൂം ഉണ്ടെന്ന്. പിന്നെ സാം ഇല്ല, അനൂപ് ഇല്ല, സാനിയ വന്നിട്ടില്ല.
together stage? 3. 3. Small shoulder. ഒന്നുകൂടെ നമുക്ക് പരിചയമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ മോളെ? ഇല്ല, എനിക്കൊന്നും ഇല്ല. വേറെ ആർക്കെങ്കിലും സംശയം? ആന്റി, പിന്നെ നമ്മുടെ ഗ്രൂപ്പ് 2ഉം 3ഉം ഒന്നിച്ച് വരുമ്പോ ഫസ്റ്റ് ഡേയിലെ സ്റ്റാർട്ടിംഗ് പ്രയറും തീം ഇൻട്രൊഡക്ഷനും ഞാൻ ചെയ്യാം. അപ്പൊ നമ്മൾ 3 പേരുണ്ടല്ലോ, സ്മിത സിസ്റ്റർ ഉണ്ട്, ഞാനുണ്ട്, ആര്യ ഉണ്ട്. അപ്പൊ സെക്കൻഡ് തേർഡ് ഡേ അങ്ങനെ ഡിവൈഡ് ചെയ്താൽ നന്നായിരിക്കില്ലേ? ഇല്ല, നമ്മള് സ്റ്റാർട്ടിംഗ് പ്രയറും തീം ഇൻട്രൊഡക്ഷന് എല്ലാവർക്കും ഒരുമിച്ചല്ലേ? സൂസൻ അതങ്ങ് ചെയ്യുമ്പോളെ, വേറെ സൂസൻ അതങ്ങ് ചെയ്യും. കാരണം ഒരു കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ. അപ്പൊ 5 മിനിറ്റ് അങ്ങ് ചെയ്യും, കുഴപ്പമില്ല. അപ്പൊ ലെസൺ ഫസ്റ്റ് ഡേ ആര്യാണോ ഞാനാണോ അത് കുഴപ്പമില്ല. അത് നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുമോളെ, രണ്ടുപേരും ചിന്തിച്ചിട്ട് ചെയ്യും. നമ്മള് കുറച്ചുകൂടെ കൂടുതൽ കുട്ടികളെ വന്നാൽ ഒരു സഹായത്തിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഇട്ടത്. അത് ഒരാളും പഠിപ്പിക്കുന്നതാണ് നല്ലത്. ആക്ച്വലി കുട്ടികളെ ഉള്ളല്ലോ. ഞാൻ ആരെയും കൂടെ വിളിച്ചിട്ട് ഡിസൈഡ് ചെയ്തു. പിന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികളെ, ആ പ്രായത്തിലുള്ള കുട്ടികളെ നമ്മൾ കുറച്ചുകൂടെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. മോളെ, പിന്നെ മഞ്ജുവിന്റെ ഷാജിയുടെ മോൻ എത്ര വയസ്സായടാ? ലക്ഷ്മി മോന് 13. ഞാൻ ചോദിച്ചു നോക്കാം. മോളോ? പിന്നെ കാർത്തികയുടെ 12th. പിന്നെ രാജീവിന്റെ മക്കളോ? കുഞ്ഞുങ്ങൾ ഉണ്ടാവും. അവിടെ VPS ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ കുഴപ്പമില്ല. കെവിനോട് ചോദിക്കും കേട്ടോ. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ മോളെ? മെർലിന്റെ മമ്മിയുടെ സിസ്റ്റർ മക്കളൊക്കെ പോയോ? ഇല്ല, ഇവിടെ ഉണ്ട്. ഞാൻ ചോദിച്ചു നോക്കാം. ചോദിക്കോ സൂം ഉണ്ടെങ്കിൽ കേട്ടോ. മോളെ ജെറമായ ചോദിച്ചായിരുന്നു മോളെ? ജെനിഫർ എന്തോ? നാളെ പറയാം ആന്റി. ഞാൻ ഇന്ന് വൈകിട്ട് വിളിച്ചിട്ട് നാളെ കൺഫേം ചെയ്ത് പറയാം. അനിമാവ് പറഞ്ഞത് ലോറ വരുന്നെന്നാ. ലോറയ്ക്ക് ഇപ്പൊ 8 വയസ്സായി കാണത്തില്ലേ ലോറയ്ക്ക്? അല്ലേ? 8 വയസ്സായി കാണുന്നു. ലോറ വരുവാണെങ്കിൽ 8 വയസ്സായി കാണുന്നു. ലോറയുടെ കാര്യം കൂടെ ചോദിക്കട്ടെ. സ്മിത ചേച്ചി, ഒബ്ജക്ട് ലെസന്റെ കാര്യം എങ്ങനെയാണ്? നമ്മൾ ആ ടീച്ചർ തന്നെയല്ലേ എടുക്കേണ്ടത്? ഒബ്ജക്ട് ലെസൺ ഇല്ലേ? ഒബ്ജക്ട് ലെസൺ അത് അന്ന് ലെസൺ എടുക്കുന്ന ടീച്ചർ അല്ലെ? നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ടീച്ചേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ലക്ഷ്മി എന്നാ എടുക്കുന്നത്? Day 1 അല്ലേ? ലക്ഷ്മി മാത്രമേ ഉള്ളൂ. ലക്ഷ്മി തന്നെ എടുത്തു. ഓക്കെ. നമുക്ക് പ്രാർത്ഥിക്കാം മോളെ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വ്യക്തിയോട് പറയായിരുന്നേ, ചർച്ച് സൺഡേ സ്കൂൾ തുടങ്ങുന്നതിന്റെ കാര്യം ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണേ. യേശുവിന് 12 പേരെയുള്ളാണ് ശിഷ്യന്മാര്. ബാക്കി എല്ലാവരും ഒത്തിരി യേശുവിനെ അനുഗമിച്ച് നടക്കുന്നവരായിരുന്നു. ശിഷ്യന്മാരായിട്ട് കൂട്ടിയ ഒരു 12 പേരെയുള്ളായിരുന്നു. ഈ 3.5 വർഷം 12 പേരിൽ യേശു ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു മടിയും കാണിച്ചില്ല. നമ്മൾ സഭയിലെ എണ്ണം നോക്കുമ്പോൾ 100 പേരുണ്ടോ, 200 പേരുണ്ടോ, 300 പേരുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ. 50 പേരാണോ 10 പേരാണോ എന്നൊക്കെ ചോദിക്കും. ആ 12 പേരില്
10,000 പേരെയാണോ 1,00,000 പേരെയാണോ 1 കോടി ആൾക്കാരെയാണോ യേശു കണ്ടേന്നറിയത്തില്ല. നമ്മൾ ഈ ദിവസങ്ങളില് ശിഷ്യന്മാരുടെ ലൈഫ് സ്റ്റോറി ആയിരുന്നു ബൈബിൾ സ്റ്റോറിക്ക് പഠിപ്പിച്ച് ഈ വെനസ്ഡേ മീറ്റിങ്ങിന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ശിഷ്യന്മാരുടെ ലൈഫ് സ്റ്റോറി ആയിരുന്നു. ദൈവമേ, അവര് പോയ ദേശങ്ങളിലൊക്കെ വായിക്കുന്ന കേട്ട് നമ്മൾ എല്ലാ ദേശത്തും അവർ പോയെന്ന്. യൂറോപ്പ് മുഴുവൻ, ആഫ്രിക്ക, ഏഷ്യ മുഴുവൻ ദേശത്ത് അവർ പോയി. ആ 12 പേരിൽ യേശു ഇൻവെസ്റ്റ് ചെയ്തത് I don't know എത്ര കോടി ജനങ്ങളിലാണ് അവര് മുഖാന്തരം യേശുവിന്റെ സുവിശേഷം എത്തിയത്. ഇന്നും എത്തുന്നത് നമ്മൾ മരിച്ചു പോയാലും അത് കഴിഞ്ഞു നടന്നുകൊണ്ടിരിക്കും. നമ്മളാണേല് നമ്മുടെ മുമ്പിൽ ഒരുപക്ഷെ 4, 3, 5, 10 കുട്ടികളെ കാണത്തുള്ളൂ. പക്ഷെ ആ യേശുവിന് ആ ശിഷ്യന്മാരിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി യേശുവിനുണ്ടായിരുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ഒരു എന്താ പറയുക ഒരു നിയോഗം ഉണ്ടല്ലോ. നമ്മൾ അതേപോലെ തന്നെ പാട്ടായാലും ക്രാഫ്റ്റ് ആയാലും ലെസൺ ആയാലും എന്തായാലും അതുപോലെ തന്നെ ആ ഒരു സെയിം ഹാർട്ടില് നമ്മൾ പഠിപ്പിക്കുക. ദൈവം നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. നമ്മള് കണ്ട് പഠിപ്പിക്കാൻ പറ്റാത്തതിന്റെ കുറവെല്ലാം പരിശുദ്ധാത്മാവ് അവരുടെ വീട്ടിൽ ചെന്ന് അതെല്ലാം നികത്തും. നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം മോളെ. Okay, let me first pray for Jennifer, Lakshmi, Marilyn and Arya and their parents. And അവരുടെ parents അവരുടെ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ടാണ് they are here today. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ജെനിഫറിനെയും ലക്ഷ്മിയെയും മെർലിനെയും ആര്യയും ദൈവരങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ മാതാപിതാക്കൾ കർത്താവേ, അവരുടെ ഈ കുഞ്ഞുങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടി വില കൊടുത്തത് കൊണ്ടാണല്ലോ കർത്താവേ അവര് ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. പലരുടെയും ഭവനങ്ങളിൽ ഒത്തിരി പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വന്ന സമയത്ത് ആ മാതാക്കള് സ്ട്രോങ് ആയിട്ട് എന്റെ കർത്താവിന് വേണ്ടി നിന്നു. അത് അവരുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മറ്റു കുഞ്ഞുങ്ങളെ, അടുത്തൊരു തലമുറയെ കർത്താവിലേക്ക് നയിക്കാൻ വേണ്ടി നീ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്നതിനായിട്ട് ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു കർത്താവ്. 4 കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണ അവരുടെ മേൽ ഉണ്ടായിരിക്കണമേ. സ്തോത്രം. കർത്താവിന് വേണ്ടി അവരുടെ വലുതും ചെറുതുമായ ടാലൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ എന്റെ ദൈവമേ, അങ്ങ് ആർക്കും കടക്കാരനല്ലല്ലോ. അവര് ഉപയോഗിക്കുന്ന സമയം, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആ ടൈം, അതിനുവേണ്ടി ചെലവാക്കുന്ന എല്ലാ ആരോഗ്യവും ബുദ്ധിയും പണവും എല്ലാം കർത്താവേ, അത് 10 മടങ്ങായിട്ട് നീ ആ കുഞ്ഞുങ്ങൾക്ക് നൽകി കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Yes, Lord. പലരും എഴുന്നേറ്റ്, പല കുഞ്ഞുങ്ങളും എഴുന്നേറ്റ് പറയട്ടെ, ഐ വാണ്ട് ടു ബി ലൈക്ക് ദാറ്റ് ചേച്ചി. അതുപോലെ ഒരു വലിയ കർത്താവിന് വേണ്ടി ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് ഈ തലമുറയിൽ കർത്താവെ ഈ കുഞ്ഞുങ്ങളിലൂടെ ഉണ്ടാകുവാൻ ഈ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. Yes, Lord Jesus. Yes, Lord Jesus. Come, Holy Spirit. Come, Holy Spirit. Come, Holy Spirit. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാമേ. ഈ കുഞ്ഞുങ്ങളെ അവരുടെ ഭവനങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുന്നു. നാളെ തൊട്ട് ഒരു തടസ്സം ഉണ്ടാകാതെ ഭവനത്തിലെ അന്തരീക്ഷത്തിനോ നെറ്റിന്റെ കവറേജോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു തടസ്സം ഉണ്ടാകാതെ ദൈവം സഹായിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളും വളരെ അറ്റൻറ്റീവായിട്ടിരിക്കാനും പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പർശനം ഫിസിക്കലായിട്ട് കൂടും അല്ലെങ്കിലും പരിശുദ്ധാത്മാവിന്റെ സ്പർശനം അവർ അനുഭവിക്കട്ടെ. സ്തോത്രം. യേശു അവിടെ കൂടിയിരിക്കുന്ന പോലുള്ള ഒരു അനുഭവമായിരിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പഠിപ്പിക്കുന്നവർ ഓരോരുത്തരും ദൈവകാരനെ സമർപ്പിക്കും. ദൈവകൃപ എല്ലാവരും നടക്കണമേ. യേശു നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.
കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങൾ ഓരോരുത്തരും അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. BBS അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരുക്കത്തോടെ വന്നിരിക്കുവാൻ അവരെ സഹായിക്കുമാറാവണേ. അതിനുള്ള ഒരു അന്തരീക്ഷം, സാഹചര്യമൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇങ്ങനെ വെർച്വലായിട്ട് ചെയ്യുമ്പോൾ പരിമിതികളൊക്കെ ഉണ്ടല്ലോ, പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും ആ ഭവനങ്ങളിലും പ്രവർത്തിക്കുമെന്ന്. കർത്താവെ, ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെയും കുഞ്ഞുങ്ങളെയൊക്കെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ അതിലേക്ക് നയിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെ അങ്ങയുടെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്ക് എല്ലാ ലെസൺസും സോങ്ങും ഒക്കെ നന്നായിട്ട് പറഞ്ഞു തരണേ. അതുപോലെ അവർക്കും പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. God, we thank you for this wonderful day. Lord, thank you for this time that you've given us, Lord. And we pray for the VBS and all the children. Lord, we just pray for them, Lord. And we pray that we be able to touch each and every one of their lives, Lord. And we pray that all the talents that you've given us, we pray that we be able to use it, Lord. And that we be able to use it for your kingdom, Lord. And we pray for each and every child who's going to attend the VBS, Lord. We pray that they experience your presence and your love, Lord. And we pray for all the application, the internet, and everything, Lord, and the devices, Lord. We pray that no problems happen, Lord, and we pray that you be with us, Lord. We pray that you be with each and every teacher, Lord. In the name of Jesus, we pray. Amen. ആമേൻ. സർവ്വസ്നേഹമുള്ള നല്ല ദൈവമേ, കർത്താവേ, ഞങ്ങൾ പിതാവിൽ ആശ്രയിച്ച് നാളെ VBS തുടങ്ങാൻ ആരംഭിക്കുന്നു. കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ ധാരാളമായി അവിടെ ഞങ്ങൾ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ടീച്ചേഴ്സിനും എല്ലാ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ഓരോ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുവാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. വചനം കർത്താവെ നല്ല നിലത്ത് വീണ വിത്ത് പോലെ ഞങ്ങളുടെ പൈതങ്ങളുടെ മേൽ അടുത്ത തലമുറകളുടെ ഹൃദയത്തിൽ കർത്താവെ അത് വളർന്ന് 100 60 മേനിക്കൊയ്യുവാൻ തൊക്കെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിനെ ഒരുമാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഇത് അവിടുത്തെ നാമത്തിന്റെ അനുഗ്രഹത്തിനായി കർത്താവെ അവിടുത്തെ രാജ്യത്തിന്റെ വ്യാപ്തിക്കാൻ സഹായിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനെ ധാരാളമായി പകരണമെന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകലവും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Okay, God bless you. Thank you. Thank you. Thank you. Bye. രാവിലെ എല്ലാവരും കാണാം. Thank you.